അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അസൈൻമെൻറ്റുകൾ എക്സസൈസുകളൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 2 സ്ട്രക്ചർ ബേസ്ഡ് പ്രാക്ടീസ് തന്നെയാണ്, പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് താരീഫ, ലൊമീറുകൾ, അതുപോലെ മുസന്ന, ജംഅ് അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യസ്തതിഉ ത്വാലിബു ഖിലാല ദിറാസതി ഹാദിഹിൽ വഹ്ദ അൻ യഫ്ഹമ الفعل وتقسيمه من حيث الزمان من الماضي والمضارع والأمر. ഫിഅൽ മാദി ഉണ്ട്, ഫിഅൽ മുളാരി ഉണ്ട്, ഫിഅൽ അംർ ഉണ്ട്. ഇവയൊക്കെ എന്താണ് എന്ന് പഠിക്കണം. അതുപോലെ മഅലൂം, മജ്ഹൂൽ, നായിബുൽ ഫാഇൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയായിട്ട് ഫീലിനെ മാറിക്കുന്നുണ്ട്. പിന്നീട് നായിബുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ ഫിഅലല്ല, അത് ഫാഇലാണ്, ഫാഇലിന് പകരമായി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. അതേപോലെ ഫിഅൽ മഅലൂം, ഫിഅൽ മജ്ഹൂൽ, അല്ലെങ്കിൽ ഫിഅൽ മഅറൂഫ്, അല്ലെങ്കിൽ ഫിഅൽ മജ്ഹൂൽ, ഇങ്ങനെ ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പഠിക്കും. ഓക്കെ, അതേപോലെ ഫിഅൽ സുലാസി ഉണ്ട്, റുബാഇ ഉണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അതുപോലെ ഫിഅൽ സ്വഹീഹുൽ ആഖർ ഉണ്ട്, മുഅ്തലുൽ ആഖർ ഉണ്ട്. അതുപോലെ സ്വഹീഹുൽ ആഖറിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്, മുഅ്തലുൽ ആഖറിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫിഅൽ അതിൻ്റെ കാലത്തിനനുസരിച്ച് ഫിഅലിനെ നമ്മൾ മാറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ പോയി എന്ന് പറയുന്നതും ഞാൻ നാളെ പോകും എന്ന് പറയുന്നതും ഞാൻ ഇന്ന് പോവുകയാണ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടല്ലോ, എല്ലാ ഭാഷയിലും വ്യത്യാസമുണ്ട്. അതുപോലെ അറബി ഭാഷയിലുള്ളതുമാണ് പഠിക്കാൻ പോകുന്നത്. അൽ അഫ്ആലു, ഫീലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അൽ ഫിഅലുൽ മാദി, ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫിഅലുൽ മാദിയാണ്. അപ്പോൾ ഫിഅലുൽ മാദിയെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണങ്ങൾ നോക്കി നോക്കൂ. ലഇബൽ വലതു, കുട്ടി കളിച്ചു, അല്ലേ. ലഇബത്തിൽ ബിന്തു, കുട്ടി, ഒരു പെൺകുട്ടി കളിച്ചു. പിന്നെയോ അൽ ഔലാദു, കുട്ടികൾ, ലഇബു അവർ കളിച്ചു. ലഇബ്തു ബിൽ കുറത്തി, ഞാൻ പന്ത് കൊണ്ട് കളിച്ചു. ലഇബ്ത ഫിൽ മൈദാനി അംസി, ഇന്നലെ നീ ഗ്രൗണ്ടിൽ കളിച്ചു. ലഇബ്ന ഫി മൈദാനിൽ മദ്രസത്തി, നാം മദ്രസയുടെ മൈതാനത്തിൽ കളിച്ചു. അൽ ബനാത്തു ലഇബ്ന ബഅദ ദർസി, വിദ്യാർത്ഥിനികൾ ക്ലാസ്സിന് ശേഷം, അല്ലേ, പഠനത്തിന് ശേഷം അവർ എന്ത് ചെയ്തു, കളിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഇന്നലെ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ സംഗതികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇതിൽ എല്ലാതും കളിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കളികളൊക്കെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ്. അങ്ങനെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിനാണ് ഫിഅലു മാദി എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷിലാവുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ. ഇദാ തഅമ്മൽത ഹാദിഹിൽ അംസല തജിദു ഫിഅലൻ വാഹിദുൻ യതകററു ഇദ്ദത മറാത്തിൻ ബിഅറാബി മുഖ്തലിഫ്. ഒരേ ഫിഅലാണ്, ലഇബ എന്നുള്ള ഒറ്റ ഫിഅലാണ് വ്യത്യസ്തമായ ഇറാബുകൾ കൊണ്ട് മാറി മറിയുന്നത്. ഹുവ കലിമത്തു ലഇബ. ഫതജിദു മറത്തൻ മർഫൂഉൻ ബിൽ മർഫൂഉൽ ബാഇ വൽ ബാഖി ഇമ്മ മജ്സൂം ഔ മൻസൂബ്. ഇവിടെ ഒന്നെങ്കിൽ ബാഇന് റഫ് ആയിരിക്കും, അല്ലെങ്കിൽ നസ്ബോ അല്ലെങ്കിൽ ജസ്മോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷേ അൽ ഫിഅലുൽ മാദി യുസ്തഖ്ദമു ഫീ താഉ തഅനീസ് അസ്സാകിന ലിതഅനീസി. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു താഉ തഅനീസ് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്, അല്ലേ. അപ്പോൾ ഫിഅൽ മാദി അതിലേക്ക് താഉ തഅനീസിനെ ചേർത്ത് കൊടുത്തപ്പോൾ അത് ലഇബത്ത് എന്നായി, അല്ലേ. വയസ്തഖ്ദമു താഉൽ ഫാഇലി ലിൽ മുതകല്ലിമി വൽ മുഖാതബി വൽ മുഖാതബത്തി. അപ്പോൾ ഞാൻ ഫാഇലിൻ്റെ താ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ നീ എന്നുള്ള ഒരാൾ സംസാരിക്കണം, അല്ലെങ്കിൽ നീ എന്നൊരു പെണ്ണ് സംസാരിക്കണം. അപ്പോൾ അവിടെയൊക്കെ ഫായിലായിട്ട് വരിക ആ ലൊമീറുകളാണ്, അല്ലേ. അപ്പോൾ അതിന് അവിടുത്തെ താ ചേർത്ത് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ലഇബ്തു മുതകല്ലിമിന് വേണ്ടിയത്, പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് ഞാൻ കളിച്ചു എന്ന് പറയുമ്പോൾ ലഇബ്തു എന്നായിരിക്കും വരിക. പിന്നെയോ അപ്പോൾ നീ കളിച്ചു, ഞാൻ വേറൊരാൾ പറയണം നീ ഇന്നലെ കളിച്ചല്ലോ എന്ന് പറയുമ്പോൾ ലഇബ്ത എന്ന് പറയാം. ഏതൊരു പെണ്ണിനോടാണെങ്കിൽ വലഇബ്തി ലിൽ മുഖാതബത്തി. മനസ്സിലായല്ലോ. വയസ്തഖ്ദമു വാവുൽ ജമാഅത്തി, വാവുൽ ജമാഅത്തി ഉപയോഗിക്കപ്പെടും ലിദ്ദലാലത്തി അലാ ജംഇൽ ഗായിബി, അല്ലേ. ഗായിബായ ഒരു ജംഇനമിൽ അവർ കളിച്ചു, ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, മറിച്ച് അവർ കളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വാവുൽ ജമാഅത്ത് അപ്പോൾ ലഇബു എന്ന് പറയും. മിസ്ല ലഇബു. വനാദാലത്തു അൽ ഫാഇലി ലിദ്ദലാലത്തി അലാ ജുമൂഇൽ മുതകല്ലിമി, ഞങ്ങൾ കളിച്ചു എന്ന് പറയണമെങ്കിൽ, അല്ലേ, സംസാരിക്കുന്ന കൂട്ടം ആളുകളെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് നാ എന്ന് ചേർത്ത് അപ്പോൾ ലഇബ്ന എന്നാകും. മനസ്സിലായല്ലോ. പിന്നെയോ യകൂനുൽ ഫിഅലു മാദിയൻ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച പറയാണ്. യകൂനുൽ ഫിഅലു മാദിയൻ, ഫിഅൽ മാദി ആയിരിക്കും ഇദാ ദല്ല അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാദി, കഴിഞ്ഞ കാലത്താണ് ഈ പ്രവർത്തനം നടക്കുന്നത് എങ്കിൽ അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി ആ ഒരു ഫിഅൽ വന്നാൽ ഫിഅൽ മാദി എന്ന് പറയും. യുബ്നൽ ഫിഅലുൽ മാദി അല ലൊമ്മി, ലൊമ്മിൻ്റെ മേൽ ഫിഅൽ മബ്നിയാക്കപ്പെടും. ഇദത്തസലത്ത് ബിഹി വാവുൽ ജമാഅ,
വാവുൽ ജമാഅത്താണ് ഫിഅലിനോട് കൂടെ ചേർന്ന് വന്നത് എങ്കിൽ വയുബന അല സുക്കൂനി സുക്കൂൻ്റെ മേൽ മബ്നിയാക്കപ്പെടും ഇദത്തസ്ലത്ത് ബിഹി താഉൽ മുതഹരികത്തി താഉൽ മുതഹരികത്ത് ചേർന്ന് വന്നാൽ സുക്കൂൻ്റെ മേൽ മബ്നി. അപ്പോൾ ലഇബ്തു അല്ലെങ്കിൽ ലഇബ്ത ലഇബ്തി എന്നൊക്കെ പറയില്ലേ അവിടെ. ഔ നൂനു നിസ്വ അല്ലെങ്കിൽ നൂനു നിസ്വ ചേർന്ന് വന്നാൽ ഔ നാദാലത്തു അൽ ഫാഇലി ഫാഇലിൻ്റെ മേൽ അറിയിക്കുന്ന ന എന്നുള്ളത് വന്നാലും വയുബന അലൽ ഫതഹി ഫീമാ അദാലിക് ഈ പറയപ്പെട്ട അവസ്ഥകളിലില്ലാത്ത ബാക്കിയുള്ള അവസ്ഥകളിലൊക്കെ ഫാഇലിൻ്റെ മേലായിരിക്കും ഫതഹിൻ്റെ മേലായിരിക്കും മബ്നിയാവുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഫിഅൽ മാദി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് അൽ ഫിഅലുൽ മുളാരിഉ വ ഇറാബുഹു. ഫിഅൽ മുളാരിഉം അതിൻ്റെ ഇറാബും ദ ഇംപാരറ്റീവ് ആൻഡ് ഇറ്റ്സ് മൂഡ്സ്. ഓക്കെ, അപ്പോൾ ഇംപാരറ്റീവ് ആയിട്ടാണ് മുളാരിയനെ എണ്ണാറ്. ഓക്കെ, തഅമ്മൽ അൽ അംഥല താലിയ യർക്കബു അലിയുൻ അൽ ബാസ അലി ബസ് കയറുന്നു. ലൻ യർക്കബ അലിയുൻ അൽ ബാസ അലി വണ്ടി കയറുകയില്ല, ഒരിക്കലും കയറുകയില്ല എന്നുള്ള അർത്ഥമാണ് ലൻ എന്ന് വന്നാൽ വരിക. ലം യർക്കബ് അലിയുൻ അൽ ബാസ അലി ബസ് കയറിയിട്ടില്ല. ല അർക്കബന്നൽ ബാസ അല്യോമ ഞാൻ ഇന്ന് വണ്ടി കയറുക തന്നെ ചെയ്യും. അലാ തർക്കബൻ ഹാദൽ ബാസ് നിങ്ങൾ ഈ ബസ് കയറുന്നില്ലേ. പിന്നെയോ അൽ ബനാത്തു യർക്കബനൽ ബാസ വിദ്യാർത്ഥിനികൾ ബസ് കയറുന്നു. യാ ബനാത്തു അലാ തർക്കബനൽ ബാസ നിങ്ങൾ ഇന്ന് ബസ് കയറുന്നില്ലേ വിദ്യാർത്ഥിനികളെ എന്ന് ചോദിക്കണം, പെൺകുട്ടികളെ എന്നർത്ഥം. അപ്പോൾ മുന്നേ നീ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫിഅൽ മുളാരി നസ്ബ് ചെയ്യുന്ന അദാത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അൻ, ലൻ, ഇദ, കൈ എന്നുള്ള അർഫുകളാണ്. വൈദ ഉത്തിയ വാഹിദത്തു മിൻ ഹാദിഹിൽ അദവാത്തി ഖബ്ലൽ മുളാരി മുളാരിൻ്റെ മുമ്പ് ഈ അദാത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ തൻസിബുൽ ഫിഅല ഫിഅലിനെ നസ്ബ് ചെയ്യും. മിസ്ലമാ തജിദു ഫിൽ അംസലത്തി ത്വാഇഫത്തിൽ ഊല ആദ്യ വിഭാഗത്തിന് ആദ്യത്തെ കാറ്റഗറിയിലേക്കാണ് അല്ലെ യർക്കബ എന്നുള്ളത് അല്ലേ. അങ്ങനെ ഏതെങ്കിലും നസ്ബ് ചെയ്യുന്ന ഏതെങ്കിലും അദവാത്തുകൾ വന്നാൽ അവിടെ എന്ത് ചെയ്യും? ആ ഫിഅൽ മുളാരിക്ക് നസ്ബായിരിക്കും. വതുജ്സമുൽ ഫിഅലുൽ മുളാരി ഫിഅൽ മുളാരി ജസ്മ് ചെയ്യപ്പെടും. ഇദാ സബഖഹു അദാത്തു മിൻ അദവാത്തിൽ ജാസിമ ജസ്മ് ചെയ്യുന്ന അദവാത്തുകൾ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും എന്ത് ചെയ്ത് അത് മുന്നേ പഠിച്ചതാണ്, ഈ ലെവലിൽ പഠിച്ചതല്ല കേട്ടോ. ഹുവ ലം യർക്കബ് അലൽ ബാസി ഇതുപോലെ ലം, ലാ, നാഹിയ, ഇൻ ഈ മൂന്ന് ഹർഫുകളാണ് ജസ്മ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലം യർക്കബ് അലൽ ബാസി ബസ് അലി ലം യർക്കബ് അലിയുൻ അൽ ബാസ അലി ബസ് കയറിയിട്ടില്ല അല്ലേ. അപ്പം ലം എന്ന് വന്നപ്പോൾ യർക്കബ് ബാഇനെന്ത് ചെയ്തു? ജസ്മായി. വയർഫഉൽ ഫിഅലുൽ മുളാരിഉ ഇദാ ലം തസ്ബിഖ വാഹിദു മിൻ ആദിഹിൽ അദവാത്തി നാസിബ ബിൽ ജാസിമ ഈ പറയപ്പെട്ട നസ്ബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്നതായ ഹർഫുകൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഈ ഫിഅൽ മുളാരിക്ക് റഫ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനിയോ വലാകിൻ ഇദാ നളർത ഇലൽ അംസലത്തി ത്വാഇഫത്തി സാനിയ രണ്ടാമത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിലോ തജിദു കുല്ല മുളാരിഅൻ ഫിഹാ മുത്തസിലും ബിനൂൻ തൗക്കീദി എല്ലാ രണ്ടും എന്താണ്? നൂൻ തൗക്കീദ് കൊണ്ട് ചേർന്നതാണ്. അവലുഹാ ബിനൂനി സഖീല വസാനി ബിനൂനിൽ ഖഫീഫ നൂൻ തൗക്കീദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ചെയ്യും എന്നുള്ള ഒരർത്ഥത്തിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നൂന് തൗക്കീദ് ചേർന്ന് വന്ന ഇതാണല്ലോ. വൈദാ തഅമ്മൽത ഹാദിഹിൽ അഫ്അൽ മുളാറഅത്തിൻ്റെ ഈ ഫീലുകൾ നീ ശ്രദ്ധിച്ചാൽ തജിദു ജമീഅഹ മഫ്തൂഹത്തുൽ അവാഖിരി ആ ഫീൽ മുളാരികൾ മുഴുവനും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനത്തിൽ ഫീൽ മുളാരിയുടെ അവസാനത്തിൽ. ഉദാഹരണത്തിൽ ബാ ആണ് ലഇബ ആണെങ്കിൽ റക്കിബയാണല്ലോ അപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ബാ അവിടെയൊക്കെ എന്താണ്? മഫ്തൂഹായിട്ടാണ് അല്ലേ. വലോ അദ്ഖൽനാഹ ഫി തറാഖീബിൻ ഉഖറ തറാഖീബ ഉഖറ വേറെ എന്തെങ്കിലും ചില ഘടനകൾ കൂട്ടിച്ചേർത്ത് കൊടുത്താൽ ലബഖിയത് അവാഖിറുഹ മഫ്തൂഹത്തൻ ഐലൻ അതിൻ്റെ അവസാനം എന്ത് ചെയ്യില്ല. അപ്പോൾ ഈ നൂൻ തൗക്കീദ് മാത്രമല്ല വേറെ ചേർത്ത് കൊടുത്താലും ഒരു മാറ്റവും ഉണ്ടാവില്ല. വലായ തഗയ്യർ ബി തഗയ്യിരി തറാക്കീബി അത് അതിൻ്റെ തർക്കീബുകൾ കൊണ്ട് എന്ത് ചെയ്യൂല മാറ്റം സംഭവിക്കുകയില്ല. വലിദ യുഖാലു ഹാദാ മബ്നിയുൻ അലൽ ഫത്ഹി ഇദാ തസൽത ബിനൂനി തൗക്കീദി സഖീലതൻ ഔ ഖഫീഫതൻ അപ്പോൾ നൂൻ തൗക്കീദ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എന്ത് തർക്കീബ് കൊടുത്താലും ഉദാഹരണത്തിന് അവിടെ നസ്ബിൻ്റെ അദാത്തോ ജസ്മിൻ്റെ അദാത്തോ അങ്ങനെ എന്ത് അദാത്തോ ഏത് തർക്കീബ് കൊടുത്താലും അതിൻ്റെ അവസാനത്തിൽ മാറ്റം വരില്ല, അത് മബ്നിയായിരിക്കും. അതാണ് നൂൻ തൗക്കീദിനോട് കൂടെ ചേർന്ന് വന്നാൽ ഫിഅൽ മുളാരി മബ്നിയായിരിക്കും എന്ന് പറയുന്നത്. വഫിൽ അംസലത്തി ത്വാഇഫത്തി സാലിസ തജിദു കുല്ല മുളാരിഇൻ മിൻഹാ മുത്തസിലൻ ബിനൂൻ നിസ്വ മൂന്നാമത്തെ വിഭാഗത്തിൽ മൂന്നും എന്തായിരിക്കും? നൂൻ നസ്ബയോട് ചേർന്ന് വന്നതാണ്. വലിദാ തജിദു ആഖിറ കുല്ലി മിൻഹാ സാക്കിനൻ അത് സുക്കൂൻ ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. വലോ അദ്ഖൽനാഹ ഫി തറാഖീബ ഉഖറ
വേറെ തർക്കീബുകൾ അതിനോട് കൂട്ടിച്ചേർത്താലും വഹിയ മുത്തസിലത്തും ബിഹാദിഹിൻ നൂനി ആ നൂന് നിസ്വയോട് കൂടെ നമ്മൾ വേറെ എന്ത് അതാത്ത് ചേർത്ത് കൊടുത്താലും സുക്കൂനായിരിക്കും വരിക. അതുകൊണ്ട് അത് മബനീൻ അല സുക്കൂനാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഫിഅ്ലു മുളാരി മബനിയാവുന്നത് 2 അവസ്ഥയിൽ മാത്രമാണ്. ഏതൊക്കെയാണ് 2 അവസ്ഥകൾ? ഒന്ന് നൂന് തൗക്കീദോട് ചേർന്ന് വന്നാൽ ഫത്ഹിൻ്റെ മേലിൽ, നൂൻ നിസ്വ ചേർന്ന് വന്നാൽ സുക്കൂനിൻ്റെ മേലും മബനിയാവും. ഇതല്ലാത്ത ബാക്കിയുള്ള അവസ്ഥകളിൽ മുഴുവനും ഫിഅ്ലു മുളാരി എന്തായിരിക്കും? മുഅറബായിരിക്കും. മനസ്സിലായല്ലോ? യക്കൂനുൽ, ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പറയുന്നത് പോലെ അതിൻ്റെ ഒരു കായിക പറയുകയാണ്, യക്കൂനുൽ ഫിഅ്ലു മുളാരിഅൻ, ഫിഅ്ലു മുളാരിയായും ഇദാ ദല്ല അലാ ഹുസൂലി അമലിൻ ഫി സമിനിൽ ഹാദിരി അവൽ മുസ്തഖ്ബലി, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയില്ലേ. അപ്പോൾ അവൻ നാളെ പോകും, അതും ഫിഅ്ലു മുളാരിയാണ്. അവൻ പോവുകയാണ് അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളതും എന്തായിരിക്കും? ഫിഅ്ലു മുളാരിക്ക് ആയിരിക്കും. വയജിബു അൻ യബ്ദഅ ബിഹർഫിൻ മിൻ അഹ്റുഫിൽ മുളാറഅത്തി, മുളാറഅത്തിൻ്റെ ഹർഫിൽ നിന്നൊരു ഹർഫായിരിക്കണം. മിസ്ല, ഏതുപോലെയാണ് മുളാറഅത്തിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ? അൽ ഹംസത്തു വന്നൂനു വല്യാഉ വത്താഉ, ഒന്ന് ഹംസയാണ്, ഒന്ന് നൂനാണ്, ഒന്ന് യാ ആണ്, വത്താണ്. ഈ 4 ഹർഫിലായിരിക്കും വരണം. അത് നമ്മൾ കൂട്ടി വായിക്കാറുണ്ട്, അത്തൈന എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ അനിയത്തി എന്നൊക്കെ എന്തെങ്കിലും രസകരമായിട്ട് അതിനെ പറയപ്പെടാറുണ്ട്. അലിഫ് നൂന് യാ ത, അല്ലെങ്കിൽ അലിഫ് ത യാ നൂന് അത്തൈന എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. യുബൽ ഫിഅ്ലു മുളാരി അൽ ഫത്ഹി ഇദാ തസലത ബിഹി നൂനു തൗക്കീദ്, നൂനു തൗക്കീദ് ചേർന്ന് വന്നാൽ ഫത്ഹിൻ്റെ മേലും മബനിയായിരിക്കും. വയുബന അല സുക്കൂനി ഇദാ തസലത ബി നൂനിൻ നിസ്വ, നൂൻ നിസ്വയോട് ചേർന്ന് വന്നാൽ അതിൻ്റെ അവസാനത്തിൽ സുക്കൂനായതുകൊണ്ട് സുക്കൂനിൻ്റെ മേലും മബനിയാവും. വയുറബു ഫീ മാ അദാ ദാലിക, ഇതല്ലാത്ത ബാക്കിയുള്ള അവസരങ്ങളിൽ മുഴുവനും അത് മുഅറബായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.